Hi everyone. So today we are going to a new chapter, creating and saving documents. So we already studied about Microsoft Word. Okay, നമ്മൾ Microsoft Word പഠിച്ചു. Then in this chapter we will study about how to create a document in this software and how it become beautiful. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ് ഇസ് എനി ഫയൽ ക്രിയേറ്റഡ് യൂസിങ് എ വേർഡ് പ്രൊസസ്സർ യൂസ് ചെയ്തിട്ടുള്ള ഫയലാണ് ഡോക്യുമെൻറ്റ്. അതിൽ ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ടേബിൾസ്, ഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ്, വിച്ച് ആർ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻറ്റ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് പ്രോഗ്രാംസ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഫയൽ, എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്പിയേഴ്സ്. ഫയലിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. ആ ഒരു ലിസ്റ്റിൽ നിന്ന് ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വർക്ക് സ്പേസ് കിട്ടും. സോ വർക്ക് സ്പേസ് മീൻസ് ഇറ്റ്സ് എ വൈറ്റ് ഏരിയ ഫോർ ടൈപ്പിംഗ്. സോ അതിലൊരു കേഴ്സറും നിങ്ങൾക്ക് കാണാം. നൗ വി ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ്. So experts start by setting the style of the document. Style include the width of margin, space between words and lines, and size of heading and subheading. They are all very important in desktop publishing. അതായത് നമ്മളെ എക്സ്പേർട്സൊക്കെ എന്ത് ചെയ്യും, ആദ്യം തന്നെ എല്ലാ സെറ്റിങ്സും ചെയ്ത് വെച്ചിട്ടാണ് അവർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. അതായത് അതിനുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, പ്രസ് ക്യാപ്സ് ലോക്ക് കീ എന്തിനാണ്? ടു ബിക്കം ക്യാപിറ്റൽ ലെറ്റർ. ദെൻ ടൈപ്പ് ഗോഡ് ബ്ലെസ് മീ എന്ന് നമ്മളടുത്ത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ബ്രിങ് ദ മൗസ് പോയിൻ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് സെലക്റ്റഡ്. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മൾ ആ ഗോഡ് ബ്ലെസ് മീ എന്ന് എഴുതിയത് സെലക്ട് ചെയ്യുക? നമ്മുടെ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് കേഴ്സർ വെച്ചിട്ട് ജസ്റ്റ് മൗസ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ അതൊരു ബ്ലൂ കളറാവും. ദാറ്റ് ഈസ് സെലക്ഷൻ. നമുക്ക് എന്ത് ചെയ്യുക, ഫോണ്ട് സൈസ് ബോക്സ് ഉണ്ടാവും, അതിൻ്റെ മുകളിലായിട്ട് അതിൽ പോയിട്ട് സൈസ് സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ ദ ഡ്രോപ്പ് ഡൗൺ ആരോ ടു ഇറ്റ്സ് ലെഫ്റ്റ്. എ ലിസ്റ്റ് ഓഫ് സൈസ് നമ്പേഴ്സ് ഡ്രോപ്സ് ഡൗൺ. അതിൽ നമുക്ക് 36 എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് ദ ഫോണ്ട് നെയിംസ് അപ്പിയേഴ്സ്. സെലക്ട് ഏരിയൽ. ഫോണ്ട് ചേഞ്ച് ചെയ്യും. ഏരിയയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് സെലക്ട് ആവും. ക്ലിക്ക് എനിവേർ ഇൻ ദ വർക്ക് സ്പേസ് യുവർ ടെക്സ്റ്റ് ഈസ് ഡിസെലക്റ്റഡ്. അങ്ങനെ നമുക്കതിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ട് ഡിസൈനൊക്കെ സെലക്ട് ചെയ്യാനാണ് ഈ സ്റ്റെപ്പുകൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സേവിങ് ദ ഡോക്യുമെൻറ്റ്. നമ്മളൊരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഫയലിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാൻ പറ്റും. സേവ് ആസ് എ വെബ് പേജ്. ഫസ്റ്റ് ടൈം യു സേവ് എ ഫയൽ, ബെറ്റർ യു സേവ് ആസ് ഓപ്ഷൻ. ഫസ്റ്റ് ടൈം നമ്മൾ സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ എന്ത് കൊടുക്കണം? അപ്പോൾ നിങ്ങൾക്ക് സേവ് ആസ് കൊടുത്ത് ഇതിൽ കാണുന്ന പോലെ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. ആ ഡയലോഗ് ബോക്സിൽ 5 ഓപ്ഷൻസ് ഉണ്ടാവും. There are 5 options in the left panel: my recent document, desktop, my document, my computer, then my network places. Then you can save the file in the folder my documentsൽ നമ്മൾ സേവ് ചെയ്യുക. നിങ്ങൾക്കൊരു ഫയൽ നെയിം ആൻഡ് സേവ് ആസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ബോക്സ് കിട്ടും താഴെയായിട്ട്. അതിൽ ഫയൽ നെയിം നമ്മുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഡോക്യുമെൻറ്റ് സേവായി. Ctrl+S എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് കീയും കൂടെ ഉണ്ട് ഫോർ സേവിങ് ഫയൽ. Okay, so this is our chapter. Read it. Thank you.